ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 110. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. സെഗ്ബർഗ് യുഗ്ലോസാവിയ, ഒക്ടോബർ 27, 1988, 392. ഇതാണ് നിങ്ങളുടെ സമയം. വത്സല മക്കളെ, ജെറുസലേമിലെ അത്യാശ്ചര്യകരമായ യാഥാർത്ഥ്യത്തെ പുതുക്കുമാറ് ഈ പ്രാർത്ഥനായോഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന അനേക സഹോദരന്മാർ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ ഇവിടെ കാണാനിടയായതിൽ ഇന്ന് ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നു. നിങ്ങൾ ഈ ഭവനത്തിൽ എന്നോടൊത്ത് വന്നിരിക്കുന്നത് പരസ്പരം സ്നേഹിക്കുവാനും എന്നോടൊപ്പം പ്രാർത്ഥിക്കുവാനും എൻ്റെ വിമല ഹൃദയത്തിനുള്ള നിങ്ങളുടെ ആത്മപ്രതിഷ്ഠയെ ധ്യാനിക്കുവാനുമാണല്ലോ. എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ഈ ദിവസങ്ങളിൽ തിരുസഭയ്ക്കും ലോകത്തിനും ലഭിക്കുവാൻ ഞാൻ ഇടയാക്കുന്നത്. എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് എൻ്റെ വിമല ഹൃദയത്തിൽ നിന്നും നിങ്ങൾക്ക് എൻ്റെ പ്രസ്ഥാനം മുഴുവനും യാതനകളുടെയും ബുദ്ധിമുട്ടുകളുടെയും മധ്യേ കഴിയുന്നതിനും അതിനാൽ തന്നെ നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ സഹായം ആവശ്യമായിരിക്കുന്നതിനാൽ നിങ്ങളുടെ മാതൃരാജ്യത്തിനും ലഭിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മാതൃരാജ്യത്തിൻ്റെ മാതാവും രാജ്ഞിയുമാണ്. നിങ്ങളെ ഞാൻ പ്രത്യേക വാത്സല്യത്തോടു കൂടി സ്നേഹിക്കുന്നു. ഞാൻ അധികമായി സ്നേഹിക്കുന്ന ഈ രാജ്യത്തുള്ള എല്ലാവർക്കും ഇന്ന് സുഖവും ആശ്വാസവും തരുവാൻ ആഗ്രഹിക്കുന്നു. ആയതിലേക്ക് എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായിരിക്കുന്ന വൈദികരെയും എൻ്റെ മക്കളെയും ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതാ നിങ്ങളുടെ മണിക്കൂർ. ഇത് നിങ്ങളുടെ പരസ്യമായ സാക്ഷ്യത്തിൻ്റെ മണിക്കൂറാണ്. സ്നേഹത്തിൻ്റെ സാക്ഷികളായിരിക്കുക. ഈശോയുടെ ഹൃദയത്തോടും എൻ്റെ മാതൃഹൃദയത്തോടും കൂടെ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുക. എല്ലാവരെയും, പ്രത്യേകിച്ച് അതിവിദൂരത്തിലായിരിക്കുന്നവരെയും ഏറ്റവും വലിയ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെയും ഏറ്റവും സാധുക്കളെയും ഏറ്റവും സഹായമർഹിക്കുന്നവരെയും സ്നേഹിക്കുക. എൻ്റെ ഹൃദയത്തോടു കൂടി പാപികളെയും ദൈവനിഷേധകരെയും നിരീശ്വരത്തിലും വിദ്വേഷത്തിലും അക്രമത്തിലും അശുദ്ധിയിലും ജീവിക്കുന്നവരെയും സ്നേഹിക്കുക. നിങ്ങളുടെ സ്നേഹം എൻ്റെ മാതൃമരുന്നായി രക്തപങ്കിലമായ ക്ഷതങ്ങളിൽ ഇറങ്ങിച്ചെല്ലുകയും അങ്ങനെ നിങ്ങൾ സമാധാന സ്ഥാപകരും സാഹോദര്യം ഉള്ളവരുമായി ഭവിക്കുവാൻ ചെയ്യട്ടെ. പ്രാർത്ഥനയുടെ സാക്ഷികളാവുക. എപ്പോഴും പ്രാർത്ഥിക്കുക. കൂടുതലായി പ്രാർത്ഥിക്കുക. പരിശുദ്ധ ജപമാലയോട് കൂടെ പ്രാർത്ഥിക്കുക. വൈദികരായ നിങ്ങളും വിശ്വാസികളും ഉൾപ്പെട്ട പ്രാർത്ഥനായോഗങ്ങൾ ദ്വിഗുണീഭവിക്കുക. എല്ലാറ്റിനും ഉപരിയായി നിങ്ങളുടെ ചുറ്റും ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതുമായ കുടുംബ പ്രാർത്ഥന ശിബിരങ്ങൾ സംഘടിപ്പിക്കുക. എന്തെന്നാൽ ഇന്ന് ലോകത്തിൽ നടമാടുന്നതും ക്രിസ്തീയ കുടുംബജീവിതത്തെ ഭീഷണിപ്പെടുത്തുന്നതുമായ ഗർഭഛിദ്ര നിയമസാധുത്വം, വിവാഹമോചനം, ജീവൻ നശിപ്പിക്കുന്ന ഉപാധികൾ എന്നിവയ്ക്ക് പ്രതിവിധിയായ കുടുംബ പ്രാർത്ഥനായോഗങ്ങൾ ആവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ വഴി കർത്താവിൽ നിന്ന് നിങ്ങൾക്കെല്ലാം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സ്വർഗീയ മാതാവ് എന്നോടുള്ള പ്രാർത്ഥനകൾ വഴിയായി മനുഷ്യഹൃദയങ്ങളിൽ മാറ്റം വരുന്നതിന് മാനസാന്തരത്തിനുള്ള വലിയ ദാനങ്ങൾ ലഭ്യമാകുന്നതാണ്. ദിവസേനയുള്ള പ്രാർത്ഥനകൾ വഴിയായി നിങ്ങളുടെ രാജ്യത്തു നിന്നും അനവധി അപകടങ്ങളും തിന്മകളും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. കരുണയുടെ സാക്ഷികളായിരിക്കുക. എല്ലാറ്റിനുമുപരിയായി ഇന്ന് നിങ്ങൾ മഹോന്നതവും അസാധാരണവുമായ ദിവ്യകരുണയുടെ അടയാളങ്ങളായിരിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങൾ ഈശോയുടെ ദിവ്യഹൃദയത്തിന് സമാനമായി നല്ലതും ക്ഷമയുള്ളതും ശാന്തതയുള്ളതും എളിമയുള്ളതും കരുണയുള്ളതുമായി തീരട്ടെ. അപ്പോൾ നിങ്ങൾ സ്വർഗീയ സ്നേഹത്തിൻ്റെ പ്രകാശം വമിക്കുന്നവരായിരിക്കുകയും എല്ലാവരെയും രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഒരിക്കലും വിധിക്കരുത്. ആരെയും കുറ്റം ചുമത്തരുത്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ സ്വഭാവ ശൈലി കൊണ്ടും നിങ്ങളുടെ സഹനം കൊണ്ടും സ്വയം ബലിയർപ്പിക്കൽ കൊണ്ടും രക്ഷിക്കുക എന്ന നിങ്ങളുടെ ചുമതല നിങ്ങൾ നിറവേറ്റുക. ഈശോയുടെ സ്നേഹകാരുണ്യത്തിൻ്റെ അത്ഭുതം നിങ്ങളുടെ കാലത്ത് പൂർത്തീകരിക്കുവാൻ പോവുകയാണ്. ഇതിൽ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം അടങ്ങിയിരിക്കുന്നു. ഈശോയുടെ കരുണാർദ്ര സ്നേഹത്തിൻ്റെ മഹാവിജയം വഴിയായി ലോകത്തിന് മുഴുവൻ മാറ്റം വരുന്നതും നിങ്ങളെ സ്നേഹത്തിൻ്റെ ഒരു പുതുയുഗത്തിലേക്ക്, പരിശുദ്ധിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നതുമാണ്. ഈ പ്രാർത്ഥനാ ശിബിരത്തിൽ നിന്ന്
ഞാൻ നിങ്ങളുടെ പ്രസ്ഥാനത്തെയും നിങ്ങളുടെ രാജ്യത്തെയും സഭയെയും മനുഷ്യവർഗം മുഴുവനെയും ആശീർവദിക്കുന്നു. ഡോങ്കോ കോമോ, ഇറ്റലി, നവംബർ 12, 1988. ഫീസ്റ്റ് ഓഫ് സെയിൻറ്റ് ജോസഫാത്ത് മാർട്ടിയർ. 393. നിങ്ങൾ ഞെരുക്കപ്പെടുന്നതാണ്. സ്നേഹമുള്ള പുത്രന്മാരെ, ഇത് നിങ്ങളുടെ സമയമാകിയാൽ നിങ്ങൾ കൂടുതലായി സഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. കാൽവരിയിലേക്കുള്ള വഴിയിൽ തന്നെ അനുഗമിക്കുവാൻ ഈശോ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇന്ന് നിങ്ങൾ എത്ര വലിയ കുരിശാണ് ചുമക്കേണ്ടതെന്ന് ഞാൻ കാണുകയാൽ എൻ്റെ മാതൃവാത്സല്യത്തോടു കൂടി ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും സമീപത്തിലുണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ വലിയ വൈഷമ്യത്തിൽ സ്വയം അകപ്പെടാതെ സൂക്ഷിച്ചു കൊള്ളുക. നല്ല ആളുകളായും നിങ്ങൾ സഹായഹസ്തം നൽകിയിട്ടുള്ളവരെ പോലും ഉപകരണങ്ങളാക്കിക്കൊണ്ട് എൻ്റെ ശത്രു പലപ്പോഴും നിങ്ങളെ ക്ഷതമേൽപ്പിക്കാറുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം സഹപ്രവർത്തകരെ തന്നെയും ഉപയോഗപ്പെടുത്തിയെന്ന് വരാം. ഞാൻ മുന്നറിയിച്ച സമയം വന്നു ചേരാകിയാൽ എന്നെ വണങ്ങുകയും എന്നെ ശ്രവിക്കുകയും എന്നെ അനുഗമിക്കുകയും ചെയ്യുന്ന വൈദികരെ, മറ്റു വൈദികർ അവരും എൻ്റെ മാതൃവാത്സല്യത്തിൽപ്പെട്ടവരാണെങ്കിൽ തന്നെയും നിങ്ങളെ നിന്ദിക്കുകയും അധിക്ഷേപിക്കുകയും എതിർക്കുകയും ചെയ്യുന്നതാണ്. അതിനാൽ തൻ്റെ ആന്തരിക വേദനയുടെ ദുഃഖകരമായ മണിക്കൂറുകളിൽ നവമായി ജീവിക്കുന്നതിലേക്കായി നിങ്ങളുടെ സഹോദരനായ ഈശോ ഗെത്സമനി തോട്ടത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളും ഇപ്പോൾ തന്നോടൊപ്പം കയ്പ് നിറഞ്ഞ തൻ്റെ കാസ രുചിച്ചുകൊണ്ട് പുത്രസഹജമായ പരിത്യക്തതയിൽ തന്നോടൊപ്പം പിതാവേ, ഞങ്ങളുടെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവനോടൊപ്പം ആവർത്തിച്ച് പറയുകയും ചെയ്യുക. ഏറ്റവും വിശ്വസ്തരായവരാൽ ഉപേക്ഷിക്കപ്പെടുന്നതിനും സഹപ്രവർത്തകരാൽ അധിക്ഷേപിക്കപ്പെടുന്നതിനും മതാധികാരികളാൽ മാറ്റി നിർത്തപ്പെടുന്നതിനും സ്നേഹിതരാൽ എതിർക്കപ്പെടുന്നതിനും മേസണറിയുടെ രഹസ്യവ്യൂഹവുമായി ബന്ധപ്പെട്ടവരും ലോകവുമായുള്ള ഒത്തുതീർപ്പിന് വഴിപ്പെട്ടവരുമായുള്ളവരുടെ പീഡനങ്ങളിൽ നിന്നും നിങ്ങൾ സഹിക്കേണ്ടി വരുന്ന ക്ലേശങ്ങൾക്കായി നിങ്ങൾ സ്വയം തയ്യാറെടുത്ത് ശീലിക്കുക. നഷ്ടധൈര്യരായിത്തീരാൻ നിങ്ങൾ ഇടകൊടുക്കരുത്. ഇത് ധൈര്യത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും സമയങ്ങളാണ്. കൂടുതൽ ശക്തമായ രീതിയിൽ സുവിശേഷ വചനവും കത്തോലിക്ക സഭയുടെ എല്ലാ സത്യങ്ങളും നിങ്ങൾ പ്രഘോഷിക്കുവിൻ. എല്ലാ അബദ്ധ പഠനങ്ങളെയും നിങ്ങൾ അനാവരണം ചെയ്യുകയും വിവേകപൂർവം കൗശലപൂർവമായി കെണികളെ അതിജീവിക്കുകയും ലോകാരൂപികളോടുള്ള ഒത്തുതീർപ്പുകളെ നിരാകരിക്കുകയും ക്രിസ്തുവിലും തൻ്റെ സഭയിലുമുള്ള വിശ്വസ്തതയിൽ നിങ്ങൾ മാതൃകകളായിരിക്കുകയും ചെയ്യുക. ക്രൂശിതനായ ഈശോ സ്നേഹിക്കപ്പെടാനും മഹത്വീകരിക്കപ്പെടാനുമുള്ള സമയങ്ങൾ സമാഗതമായിരിക്കുന്നു. അദ്ദേഹത്തെ നിങ്ങൾ സദാ പേറിക്കൊണ്ട് നടക്കുകയും ഏകരക്ഷകനായി എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾ ഉൾപ്പെടുന്ന ഈ തലതിരിഞ്ഞ തലമുറയ്ക്ക് യേശു ക്രിസ്തുവിലല്ലാതെ രക്ഷയുടെ മറ്റൊരു പോംവഴികളുമില്ല. ഭയത്താൽ ഗ്രസിക്കപ്പെടാൻ നിങ്ങൾ ഇടയ്ക്കിടയാകരുത്. നിങ്ങൾ ബലി കഴിക്കപ്പെടേണ്ട കാലം വന്നു കഴിഞ്ഞു. നിങ്ങൾ പീഡിപ്പിക്കപ്പെടും. ഒരുപക്ഷെ നിങ്ങളെ എതിർക്കുന്നതിനും നിങ്ങളെ കുറ്റം വിധിക്കുന്നതും നിങ്ങളെ പുറന്തള്ളുന്നതും നിങ്ങളെ പീഡിപ്പിക്കുന്നതും സ്വർഗീയ പിതാവിനും നിങ്ങളുടെ വിമല മാതാവിനും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിച്ചെന്നും വരാം. ഇത് നിങ്ങൾ ജീവിക്കുന്ന ഇരുളടഞ്ഞ കാലഘട്ടത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും വേദനാജനകവും അന്ധകാരാവൃതവുമായ ഒരു ശുദ്ധീകരണ രംഗത്തേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. താമസിയാതെ തിരുസഭ ഭയാനകമായ ഒരു വേദഞെരുക്കത്താൽ, ഇതിനു മുമ്പ് അറിയപ്പെടാത്ത ഒരു പുതിയ വേദഞെരുക്കത്താൽ പ്രകമ്പനം കൊള്ളുന്നതുമാണ്. പ്രാർത്ഥനാ നിരതരായി ജീവിക്കുക, പ്രത്യാശയോടുകൂടി ജീവിക്കുക. ലോകത്തിൻ്റെ രക്ഷയ്ക്കായി സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടപ്പെട്ട ബലിയായി സമർപ്പിക്കപ്പെടുന്നതിന് നിങ്ങളുടെ സ്നേഹമയിയായ മാതാവിൻ്റെ വിമല ഹൃദയ പൂവാടിയിൽ എന്നോടൊപ്പം ഈ വിലയേറിയ മണിക്കൂറുകൾ നിങ്ങളുടെ പൗരോഹിത്യ യാഗമായി കഴിക്കുക. റൂബിയോ വിൻസെസ, ഡിസംബർ 8, 1988. ഫീസ്റ്റ് ഓഫ് ദ ഇമ്മാക്കുലേറ്റ് കോൺസെപ്ഷൻ. പ്രത്യാശയുടെയും ആശ്വാസത്തിൻ്റെയും അടയാളം. 394. ഇന്ന് നിങ്ങൾ ഓരോരുത്തരായി നിങ്ങളുടെ വിമല മാതാവിലേക്ക് നോക്കുക. സ്വർഗത്തിലെ ദൈവദൂതഗണങ്ങളോടും വിശുദ്ധരോടും ശുദ്ധീകരണാഗ്നിയിൽ വേദനിക്കപ്പെടുന്ന ആത്മാക്കളോടും മരുഭൂമിയാകുന്ന ഈ ലോകത്തിലും സമയത്തിലും കൂടെ തീർത്ഥാടനം ചെയ്യുന്ന സഭയോടും കൂടെ യോജിച്ച് പ്രത്യാശയുടെയും ആശ്വാസത്തിൻ്റെയും പ്രതീകമായ എന്നെക്കുറിച്ച് ധ്യാനിക്കാൻ നിങ്ങൾ ഒത്തൊരുമിച്ച് ചേരുക.
എല്ലാ പാപക്കറകളിൽ നിന്നും ഉത്ഭവപാപത്തിൽ നിന്ന് പോലും ഞാൻ ഒഴിവാക്കപ്പെട്ടതിനാൽ എൻ്റെ ആത്മാവിനെ പൂർണ്ണമായും ദൈവിക ജീവൻ കൊണ്ട് നിറയ്ക്കുവാൻ സാധിച്ചു. തന്മൂലം എൻ്റെ മനസ്സിനെ ദൈവവചന ഗ്രാഹ്യത്തിനായി തുറന്നു കൊടുത്തുകൊണ്ട് ബോധജ്ഞാനത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിയുകയും എൻ്റെ ഹൃദയം ഏറ്റവും പരിപൂർണ രൂപത്തിൽ വാർത്തെടുക്കപ്പെടുകയും എൻ്റെ ശരീരം അമലപ്രകാശത്തിൻ്റെ അകളങ്കമായ പരിശുദ്ധിയാൽ ആവരണം ചെയ്യപ്പെടുകയും ചെയ്തു. നിങ്ങളുടെ സ്വർഗീയ മാതാവായ എന്നെ അതിസ്വാഭാവിക സൗന്ദര്യത്തിൽ ഉറ്റുനോക്കിക്കൊണ്ട് പറുദീസയിൽ നിന്നുള്ള എൻ്റെ പരിമളത്തിൻ്റെ അപാര അലകളുടെ വെളിച്ചത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഓടിയെടുക്കുക. എൻ്റെ ഈ സൗന്ദര്യത്തിലാണ് നിങ്ങളുടെ പ്രത്യാശയുടെയും സമാശ്വാസത്തിൻ്റെയും അഗാധത നിങ്ങൾ കാണാൻ ഇടപെടുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ അഖിലം സൗന്ദര്യമാണ്. ടോട്ട പുൾട്ര. പാപത്താലും അശുദ്ധിയാലും വിലക്ഷണമായിക്കൊണ്ട് എൻ്റെ ശത്രു വിജയം വച്ചിരിക്കുന്ന ഈ നാളുകളിൽ ഞാൻ നിങ്ങൾക്ക് പ്രത്യാശയുടെ അടയാളമായിരിക്കും. ആത്മീയ സൗന്ദര്യത്തിൻ്റെ പ്രതിഫലനം നഷ്ടമാക്കിക്കൊണ്ട് നിങ്ങൾ അവൻ്റെ വലിയ അടിമത്വത്തിൽ ജീവിക്കുകയാണ്. ആത്മാക്കളെ പാപത്തിൻ്റെ കറ പിടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ മഹത്വത്തിലേക്ക് ദൈവവുമായിട്ടുള്ള ഐക്യത്തിലേക്കും എത്തുന്നതിൽ നിന്ന് അവയെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. വികാരങ്ങളുടെയും അവിശുദ്ധിയുടെയും വളർച്ച മനുഷ്യരെ മൃഗതുല്യരാക്കി തീർക്കുന്നു. ദൈവമില്ലാത്ത ഒരു സംസ്കാരത്തിൻ്റെ ഭാരത്താൽ മനുഷ്യർ ഞെരുക്കപ്പെട്ടുകൊണ്ടിരിക്കയാൽ ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള ആദിമ പദവി വികലമാക്കപ്പെടുന്നു. ദൈവത്തെ നിഷേധിച്ചുകൊണ്ടുള്ള ഉറച്ച നിലപാട് മൂലം ലോകം മുഴുവൻ ഇരുളടഞ്ഞതായിത്തീരുന്നു. എല്ലാം ദൃഷ്ടിക്ക് അഗോചരമാക്കിക്കൊണ്ട് ഒരു കടുത്ത അന്ധകാരം വന്നു വീണിരിക്കുന്നു. അതുകൊണ്ടാണിപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ വിമല മാതാവ് നിശ്ചയമായ പ്രത്യാശയായി സ്വയം സന്നിഹിതയായിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ആത്മാക്കളെ വരപ്രസാദത്തിലേക്കും ഹൃദയങ്ങളെ സ്നേഹത്തിലേക്കും ശരീരത്തെ പരിശുദ്ധിയിലേക്കും മനുഷ്യരെ ദൈവമക്കളുടെ അന്തസ്സിലേക്കും ലോകത്തെ പരമപരിശുദ്ധ ത്രിത്വത്തെ പരിപൂർണമാക്കി മഹത്വപ്പെടുത്തുന്നതിലേക്കും കൊണ്ടുവരിക എന്നത് എൻ്റെ മാതൃ ചുമതലയാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ അഖിലം സൗന്ദര്യമാകിയാൽ നിങ്ങൾക്കും ഞാൻ സമാശ്വാസത്തിൻ്റെ അടയാളമാണ്. കൊടിയ ദുരിതത്തിൻ്റെയും യാതനകളുടെയും പരീക്ഷണങ്ങൾ ഓരോരുത്തർക്കും വർദ്ധമാനമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് ജീവിക്കുന്നത്. മാനസാന്തരത്തിലേക്കും കർത്താവിലേക്കുമുള്ള തിരിച്ചുവരവിനുള്ള അടിയന്തരാഹ്വാനങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് ദുർജനം തിന്മയ്ക്കും പാപത്തിനും മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു. തങ്ങൾ ജീവിക്കുന്ന അനാരോഗ്യകരമായ സാഹചര്യങ്ങളാൽ മരവിക്കപ്പെട്ടാലെന്ന പോലെ നല്ലവർ മന്ദോഷ്ണരായി മാറിയിരിക്കുന്നു. അഭിഷിക്തർ സുഖാന്വേഷികളായി തീരുകയും അവരുടെ ദൈവവിളി വഴി അവർ പുറന്തള്ളിയ ലോകാരൂപിയാൽ ആകർഷകരാക്കപ്പെടുകയും ചെയ്യുന്നു. വൈദികർ പരിതപ്തരായിക്കൊണ്ടിരിക്കുന്നു. അവരിൽ അനേകർ ദുഷിച്ചവരും അവിശ്വസ്തരും സഭയുടെ അനുഗ്രഹനിധികൾ ദുരുപയോഗിക്കുന്നവരുമാണ്. മഹാശിക്ഷയുടെ മണിക്കൂർ ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ മുമ്പത്തേക്കാൾ കൂടുതലായി നിങ്ങളുടെ സ്വർഗീയ മാതാവായി എന്നിൽ ഫലമേൽപ്പിക്കേണ്ട ആവശ്യകത ഉള്ളവായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങളെ നന്മയ്ക്കും രക്ഷയ്ക്കും സമാധാനത്തിനും പാതയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ ചുമതല കർത്താവ് എന്നിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഈ ഘോരാന്ധകാരത്തിൻ്റെയും സാർവത്രിക അസ്പഷ്ടതയുടെയും നാളുകളിൽ നിങ്ങളുടെ വിമല മാതാവിലേക്ക് ദൃഷ്ടി തിരിക്കുക. അവൾ നിങ്ങൾക്ക് പ്രത്യാശയുടെയും ആശ്വാസത്തിൻ്റെയും ഉറപ്പായ അടയാളമായിരിക്കുന്നതും അവളാൽ നയിക്കപ്പെട്ട് നിങ്ങൾ എല്ലായിടത്തും പോയി ഭൂമിയെ പ്രകാശിപ്പിക്കുന്നതുമാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് നമ്മളെ പുതിയ വഴികളിലേക്ക് കൊണ്ടുവരികയാണ്. മറിയത്തിൻ്റെ സൈന്യത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അവൾ പ്രത്യേക വിധമായിട്ട് അമ്മ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അവർ സ്നേഹിക്കുന്നവരായിരിക്കണം, സഹിക്കുന്നവരായിരിക്കണം, ക്ഷമിക്കുന്നവരായിരിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പാപമോചനം നേടുന്നവരായിരിക്കണം, പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണം, പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അവർ ലോകത്തിൻ്റെ അക്രമത്തിനും ലോകത്തിൻ്റെ വിദ്വേഷത്തിനും ലോകത്തിൻ്റെ അശുദ്ധിക്കും എല്ലാം എതിർമുഖങ്ങളായി മാറണം. ശുദ്ധതയുടെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും എല്ലാം ഉത്തമ മാതൃകളായി തീരുവാൻ പരിശുദ്ധാമ്മയെ നമ്മെ വിളിക്കുന്നു. അങ്ങനെ പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിന് സ്വയം പ്രതിഷ്ഠിച്ചുകൊണ്ട് അമ്മയുടെ സൈന്യത്തിൻ്റെ അംഗങ്ങളായി നമുക്ക് തീരാം. അതിനുവേണ്ടിയുള്ള ശക്തി
പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മോടൊപ്പം നിരന്തരം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ത്രിത്വം മഹത്വീകരിക്കപ്പെടട്ടെ. യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.